സർ, കേരളം പോലെ ഇടതുപക്ഷം ഉണ്ടായിരുന്ന ബംഗാളും ത്രിപുരയും ഞങ്ങളിപ്പോ അധികാരത്തിലില്ല. ബംഗാളിൽ ഏറ്റവും കൂടുതൽ പൊതു സ്കൂളുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് ബംഗാൾ. 20,000-ൽ സ്കൂൾ ഉണ്ടായിരുന്നു. സാർ, അവിടെ കഴിഞ്ഞ 10-12 വർഷമായിട്ട് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് വന്നതിന് ശേഷം അവിടുത്തെ ആകെയുള്ളതിന്റെ നല്ലൊരു ഭാഗം 8,500 സ്കൂൾ അടച്ചുപൂട്ടി. സാർ, 8,500 സ്കൂൾ അടച്ചുപൂട്ടി എന്ന് പറഞ്ഞാൽ അത്രയും ജീവനക്കാരെ, അധ്യാപകരെ പിരിച്ചുവിട്ടു. കുട്ടികൾക്ക് സ്കൂളില്ല. ഇതാണ് ഇടതുപക്ഷം ഇല്ലാതെ വന്നാലുണ്ടാവുന്ന അവസ്ഥ. ചെറിയ ചെറിയ അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്തല്ലോ. സാർ, 5 വർഷത്തിന് ഒരിക്കൽ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും വന്നുകൊണ്ടിരുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയത്. 5 വർഷം കഴിഞ്ഞ് തുടർന്ന് രണ്ടാമതൊരു സർക്കാർ വന്നതുകൊണ്ടാണ് ഇന്ത്യയാകെ തകർത്തപ്പോ ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഇവിടെ കൊടുത്ത പല ആനുകൂല്യങ്ങളും കൊടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു കാര്യം മനസ്സിലായി, ഈ ആനുകൂല്യങ്ങൾ പലതും കൊടുക്കാൻ സമ്മതിക്കാൻ പാടില്ല. അതിന്റെ ഭാഗമായിട്ട് 57,000 കോടി രൂപയല്ലേ സാർ വെട്ടിക്കുറച്ചത്? ഏതൊക്കെയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. GST കോമ്പൻസേഷൻ മാത്രം 12,000 കോടി രൂപ. അതുപോലെ തന്നെ മറ്റ് നമുക്ക് തരേണ്ട ഡിവിസിബിൾ പൂളിന്റെ കണക്ക്. സാർ, നമുക്ക് ഒരു കാര്യം ഞാനിവിടെ നന്ദിയോടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 16ാം ധനകാര്യ കമ്മീഷൻ വന്ന സമയത്ത് നമ്മുടെ പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്തമായിട്ടുള്ള നിലപാടെടുത്തു എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ധനകാര്യ കമ്മീഷന്റെ മുമ്പിൽ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. കേരളത്തിന് വലിയ തോതിൽ വെട്ടിക്കുറവ് വന്നിരിക്കുന്നു. കേരളത്തിന് ഭാവിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ കാലത്ത് കഴിഞ്ഞ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് അടുത്തത് വരുന്നത്. അപ്പൊ ഈ ഗവൺമെന്റിന്റെ കാലം കഴിഞ്ഞ് 16ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ ഞങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ വിളിച്ചിരുന്നു. അവര് വന്നിട്ടും അവിടെ പറഞ്ഞു കേരളത്തിന് വലിയ തോതിലുള്ള വെട്ടിക്കുറവുണ്ട്. ആ വെട്ടിക്കുറവുണ്ട് എന്നുള്ളതിന്റെ ഒരു കാരണം നമുക്കിപ്പോൾ ബാധിക്കുന്നില്ല സാർ. അത്രയും വെട്ടിക്കുറവ് വന്നതുകൊണ്ടാണ് ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നത്. എന്നിട്ടും ഈ പറഞ്ഞ ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഇത് കൊടുത്തത് ഈ സർക്കാർ ആയതുകൊണ്ടാണ്, അതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ബംഗാളിലെയും ത്രിപുരയിലെ അനുഭവം നോക്കണം. ത്രിപുരയിൽ 1,59,000 സർക്കാർ ജീവനക്കാരുണ്ടായിരുന്നു. കഴിഞ്ഞ 7 വർഷമായിട്ട് അവിടെ BJP ആണ്. സാർ, അവിടുത്തെ റിട്ടയർ ചെയ്ത 59,000-ലധികം വരുന്ന സർക്കാർ ജീവനക്കാർ, അധ്യാപകരും ജീവനക്കാരും അടക്കമുള്ള ആളുകളെ പകരം അവിടെ ആരെയും നിയമിച്ചിട്ടില്ല. ഇപ്പോ 90,000-90,000 ആളുകൾ 1,59 ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് LDF പോയാൽ ഉണ്ടാവുന്ന അനുഭവം. ഇവിടുത്തെ ജീവനക്കാർക്ക് ഈ കാര്യം അറിയാം സാർ. LDF ആണ് സർക്കാർ ജീവനക്കാരുടെയും സംസ്ഥാനത്തിന്റെയും എല്ലാം ഗ്യാരണ്ടി, കൃഷിക്കാരന്റെയും കർഷക തൊഴിലാളികളുടെ എല്ലാം ഗ്യാരണ്ടി LDF ആണ് എന്നറിയാം. കാരണം ത്രിപുരയിലെയും ബംഗാളിലെ അനുഭവം അതാണ്. സാർ, ബംഗാളിൽ PSC വഴി കഴിഞ്ഞ 13 വർഷമായിട്ട് ആകെ 20,000-ലധികം ആളെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ സാർ. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഞാൻ ബംഗാളും ത്രിപുരയും പറഞ്ഞ മറ്റൊന്നും കൊണ്ടല്ല, ഇടതുപക്ഷം പോയാൽ ഉണ്ടാവുന്ന അനുഭവം മനസ്സിലാക്കാനാണ് സാർ.